അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്തിരി മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് മത്തിയാണ്. നല്ല അതായത് തളർന്നു പോകാത്ത നല്ല വടി പോലെ ഇരിക്കുന്ന മത്തിയാണ് കേട്ടോ ഇന്ന് കിട്ടിയേക്കണത്. അപ്പം ഞാൻ കരുതി അന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി. നമുക്ക് ഈ നല്ല നല്ല മീനുകളൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. അപ്പോൾ ഈ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഇങ്ങനെ നല്ല ഈ സമയത്ത് മേടിക്കുന്ന മത്തിയാണ് കേട്ടോ ഏറ്റവും അടിപൊളി. കാരണം നല്ല എന്താണ് പറയണത്, ഇതിൽ പരിഞ്ഞിലുണ്ടാവും, പിന്നെ നല്ല മത്തങ്ങ പോലത്തെ മത്തിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഇതിത്തിരി അത്ര ഭയങ്കര വലുതല്ല, എന്നാലും പരിഞ്ഞിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും പരിഞ്ഞിലുണ്ട്. പരിഞ്ഞിൽ മാത്രമായിട്ട് എടുത്ത് ഞാൻ ഈ കറിയിലിടും കേട്ടോ. അത് തിന്നാൻ വളരെ ടേസ്റ്റാണല്ലോ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ഈ ചാള, ഞാൻ വരണ ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ ചാളയൊന്നും മേടിക്കില്ലായിരുന്നു കേട്ടോ. ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ചാളയായിരിക്കുള്ളൂ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ രാവിലെ അതായത് ചായക്ക് പലഹാരമൊന്നും ഉണ്ടാക്കില്ല ഞങ്ങളുടെ വീട്ടിൽ. കാരണം ഒറ്റയടിക്ക് ഒരു ചോറ് അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 3 നേരം ചോറ് തന്നെ കഴിച്ചിരുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. ചിലപ്പോൾ കഞ്ഞിയായിട്ട് കുടിക്കും, അല്ലെങ്കിൽ ചോറായിട്ട് തിന്നാം. അപ്പോൾ ഈ നമ്മൾ രാവിലെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ടെങ്കിൽ അത് വെച്ച് കഞ്ഞിയായിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ചോറായിട്ട് തിന്നിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയിരുന്നത് കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാള അങ്ങനെ വാങ്ങിക്കാറില്ല. വീട്ടിൽ മിക്കപ്പോഴും ചാളയുമായിരിക്കും. അപ്പം ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ആർക്കും തന്നെ താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇടയ്ക്ക് എനിക്കിഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ വാങ്ങിക്കും. പക്ഷെ ഇപ്പോൾ ചേട്ടനും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. കാരണം നമ്മൾ ഇത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കൊട്ടൻപുളിയൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചാളയെ വാങ്ങിക്കുള്ളൂ. കാരണം എന്താണ് നല്ല ഒത്തിരി ദേശീയം ഉണ്ടായിരിക്കും. പരിഞ്ഞിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഈയിടെയായിട്ടൊക്കെ മിക്കപ്പോഴും ചാളയൊക്കെ വാങ്ങിക്കും. ഈ മഴ ടൈം ആയപ്പോഴാണ് കേട്ടോ കൂടുതൽ വാങ്ങിച്ചു തുടങ്ങിയത്. പിന്നെ മിക്കപ്പോഴും ഇവിടെ അയിലയൊക്കെ ഇരിക്കുള്ളൂ. അയില വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല അയില. കാരണം നമ്മുടെ ഈ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ദേഹത്ത് വല്ലയിടത്തൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയിലയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുക്കും എന്ന് പറയണേക്കാം. അതുപോലെ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ അയില കഴിക്കണതിന് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ മിക്കപ്പോഴും ആയിക്കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. കാരണം എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ ആയിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് അയില ഇന്നൊന്ന് മാറ്റി പിടിച്ചാണ് ഇപ്പം ചാളയാക്കിയത് കേട്ടോ. അപ്പം അങ്ങനെ ചാളക്കറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ ചാളക്കറി റെഡിയായി. അപ്പം നമ്മൾ രാത്രി ചാള കറി വെച്ചു. വറക്കാനായിട്ട് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇടയ്ക്ക് ഇപ്പോൾ ഈ ലോഡ് ഷെഡിങ് ഉള്ളത് കൊണ്ടിട്ട് നമ്മുടെ കറണ്ട് പോക്ക് ആയതുകൊണ്ടിട്ട് ഞാൻ വറക്കാൻ വെച്ചപ്പോൾ 9 മണിക്കാണ് കറണ്ട് പോയത്. പിന്നെ 9:30 ആയി വന്നപ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ ചോറുണ്ണാൻ ടൈം ആയതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ആക്കാമെന്ന് പറഞ്ഞ് പിന്നെ പുത്രനാണെങ്കിൽ മീൻ വറുത്തത് സ്കൂളിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന്. അപ്പോൾ ഈ മീൻ വറക്കണത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വറുത്തതാണ്. അപ്പം ഞാനും ചേട്ടനും എടുക്കണില്ല, കൊച്ചിനും കൊടുക്കും, ഇവിടെ അച്ഛനും കൊടുക്കാമെന്ന് കരുതി. ഉച്ചക്കലത്തേക്ക് അങ്ങനെ മീൻ വറുത്തത് വേണമെന്ന് ഇവിടെ താല്പര്യമില്ല. അപ്പം ഇന്ന് ചേട്ടന് ലീവായത് കൊണ്ടിട്ട് നമ്മൾ വേറെ മീൻ മേടിക്കുക എന്നും പറഞ്ഞു. പക്ഷെ കൊണ്ടുവന്നപ്പോൾ അത് അയിലായിരുന്നു കേട്ടോ. പിന്നെ കൊണ്ടുവന്നത് നമ്മൾ എന്തായാലും സ്വീകരിക്കും എന്താണെങ്കിലും. അതുകൊണ്ടിട്ട് നമ്മൾ അത് അയില ഉച്ചയ്ക്ക് കറി വെക്കുകയും ചെയ്തു. ചാള കൊച്ചിനൊക്കെ വറുത്തും കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ചായക്കുള്ള പലഹാരം കേട്ടോ. ഇഡ്ഡലി സാമ്പാറായിരുന്നു ഇന്ന്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ മീൻ വറുത്തത്. കാരണം 8 മണിയൊക്കെ കഴിയുമ്പോഴേക്കും 8:30 കഴിയുമ്പോൾ കൊച്ചിന് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടി സാമ്പാർ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മീൻ വറുക്കാനായിട്ടിട്ട്. അപ്പോൾ നമ്മുടെ മീൻ വറുക്കണത് നല്ല നെയ്യ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ നമുക്കത് വറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ നല്ല
ഫ്രഷ് ആണെന്നൊക്കെ ഉള്ളത്. കാരണം ഇങ്ങനെ നമ്മൾ എന്താണ് ചട്ടുപൊട്ട് ഇളക്കുമ്പോൾ പൊടിഞ്ഞ അങ്ങനെയൊന്നും പോയില്ല കേട്ടോ, നല്ല ഇതായിട്ട് തന്നെ ഇരുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് നമ്മൾ അയിലയാണ് വാങ്ങിച്ചേക്കണം. അയില കറി വെക്കണതൊന്നും നമ്മൾ ഇതിൽ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു അച്ചിങ്ങ കുറച്ചുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കൂർക്ക ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു രണ്ടും കൂടി ഇട്ട് കറി വെച്ചേക്കാമെന്ന്, കറിയല്ല മെഴുക്കുവരട്ടി വെക്കാമെന്ന് കരുതി അതിൻ്റെ ഇടയ്ക്ക് അച്ചിങ്ങയും കൂർക്കയും കൂടി മെഴുക്കുവരട്ടി വെച്ചിട്ടാ. അപ്പം അതും ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക്. അപ്പം അതൊക്കെ കൂടി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണ് ഇപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് കുറച്ച് പുതിയ അധികം കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.